ഫെബ്രുവരിയിൽ തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് മെഗാസ്റ്റാറിൻ്റെ ബ്രഹ്മയുഗം. ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ മുന്നേ റിലീസായിട്ടുണ്ടായിരുന്നു. 5 ദിവസം മുന്നേയായിരുന്നു ടീസർ റിലീസായത്. ഈ ഒരു ടീസറിന് യൂട്യൂബിലൂടെ 23 ലക്ഷം വ്യൂസും അതോടൊപ്പം തന്നെ 1,20,000 ലൈക്കുകളും അതുപോലെ 5,000-ന് മുകളിൽ കമൻസുകൾ നേടാൻ സാധിച്ചു. ഇപ്പോഴും 6th ഓൺ ട്രെൻഡിങ്ങിൽ തുടരുകയാണ് ബ്രഹ്മയുഗം ടീസർ. ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു പതിവാണ്, ടീസർ റിലീസാവുന്നു അല്ലെങ്കിൽ ട്രെയിലർ റിലീസാവുന്നു, ഉടൻ തന്നെ ആഡ്സ് വഴി വ്യൂ കയറ്റുന്നു, എന്നിട്ട് പൊക്കിപ്പിടിച്ച് വരുന്നു. യൂട്യൂബിൽ ഇത്ര ലക്ഷം കാഴ്ചക്കാർ 24 മണിക്കൂറിൽ കണ്ടു എന്നുള്ളത്. അവിടെയാണ് ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ വേറിട്ട് നിൽക്കുന്നത്. ഒരു ആഡ്സും കയറ്റാതെ ജെനുവിൻ ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു 23 ലക്ഷം എന്നുള്ളത്. ഈ അടുത്ത് ഇറങ്ങുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക താരങ്ങളുടെയും ട്രെയിലറും ടീസറും എല്ലാം ആഡ്സ് വഴിയാണ് വ്യൂസ് കയറ്റുന്നത്. എന്നാൽ മെഗാസ്റ്റാറിൻ്റെ സിനിമകൾക്ക് അത്തരത്തിൽ ആഡ്സ് വഴി വ്യൂസ് കയറ്റുന്നത് കാണാറില്ല. മാസ് കൊണ്ടും കോമഡി കൊണ്ടും തിയേറ്ററിൽ ആളെത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഭയാനകം കൊണ്ട് തിയേറ്ററിൽ ആളെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭൂതകാലം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്ന രാഹുൽ സദാശിവൻ. അദ്ദേഹമാണ് ബ്രഹ്മയുഗവും സംവിധാനം ചെയ്യുന്നത്. തൻ്റെ സിനിമകളെല്ലാം ഒരേ ജോണറിലുള്ള സിനിമകൾ ആവരുത് എന്നുള്ളത് മമ്മൂക്കക്ക് നിർബന്ധമാണ്. അത്തരത്തിൽ ഒരു ക്ലാസ് സിനിമ കഴിഞ്ഞാൽ ഒരു മാസ് സിനിമ, അത് കഴിഞ്ഞ ഒരു ഹൊറർ, അത് കഴിഞ്ഞ ഒരു എക്സ്പെരിമെൻ്റ്, അങ്ങനെ ഒരു പാക്കേജ് ലെവലിലാണ് മമ്മൂക്ക ഓരോ സിനിമകളെയും സമീപിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന പാനിൻ്റെ സിനിമ ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ടീസറിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ പ്രതീക്ഷയുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജനാസ്.